ഗൗട്ട് എന്ന സന്ധിവാത രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ സിവിൽ സർജൻ ഡോക്ടർ നെബു ജോൺ സംസാരിക്കുന്നു. സന്ധികളെ ബാധിക്കുന്ന ഒരുതരം കോശജ്വലനമാണ് ഗൗട്ട് എന്നറിയപ്പെടുന്നത്. ഇവ രണ്ടായി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക അഥവാ പ്രൈമറി ഗൗട്ട് എന്നും ദ്വിതീയ അഥവാ സെക്കൻഡറി ഗൗട്ട് എന്നും അറിയപ്പെടുന്നു. പ്രാഥമിക ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാരണമില്ലാതെ ശരീരത്തിൽ കാണപ്പെടുന്നതിനെയാണ്. ഇത് ഭക്ഷണത്താലും അമിത മദ്യപാനത്താലും ജനിതക കാരണങ്ങളാലും വരുന്നതാണ്. ഒരു പ്രത്യേകതരം സന്ധിവാതമാണ് ഗൗട്ട്. ശരീരത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ യൂറിക് അമ്ലം ഉണ്ടാവുന്നതാണ് ഗൗട്ട്. ഈ അധിക യൂറിക് അമ്ലം മോണോസോഡിയം യൂറേറ്റ് പരലുകളായി മാറുന്നു. ഇത് സന്ധികളിൽ അടിഞ്ഞുകൂടുന്നത് നിശിത സന്ധിവാതത്തിൻ്റെ ആക്രമണത്തിലേക്ക് നയിക്കുന്നു. നിശിത സന്ധിവാതം അല്ലെങ്കിൽ ഗൗട്ടിൻ്റെ സമയത്ത് ബാധിത സന്ധിയിൽ പെട്ടെന്ന് അസഹനീയമായ വേദന അനുഭവപ്പെടുന്നു. പുരാതന കാലത്ത് ഇത് രാജാവിൻ്റെ രോഗം എന്നറിയപ്പെട്ടിരുന്നു. സമ്പന്നർക്ക് ധാരാളം മദ്യവും ചുവന്ന മാംസത്തിൻ്റെ ലഭ്യതയും കൂടുതലായതിനാലാണ് ഇങ്ങനെ ഒരു പേര് വരുവാൻ കാരണം. കഠിനമായ വേദനയോടൊപ്പം ചുവപ്പ്, സ്പർശനത്തിന് ചൂട് എന്നിവ അനുഭവപ്പെടാം. മിക്ക രോഗികളിലും സന്ധിവേദന ഒരു സമയത്ത് ഒരു സന്ധിയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രാഥമിക ഗൗട്ട് എന്നത് പുരുഷന്മാരിൽ സ്ത്രീകളെക്കാളും 10 ഇരട്ടിയായി കാണപ്പെടുന്നു. പ്രായമേറുന്തോറും ഗൗട്ട് സാധ്യതയും രക്തത്തിൽ യൂറിക് അമ്ലത്തിൻ്റെ അളവും കൂടുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രാഥമിക ഗൗട്ട് അഥവാ പ്രൈമറി ഗൗട്ട് പുരുഷന്മാരിൽ കൂടുതലായും 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് കാണപ്പെടുന്നത്. ദ്വിതീയ അഥവാ സെക്കൻഡറി ഗൗട്ട് വൃക്ക രോഗികളിലും കൂടുതലായും സ്ത്രീകളിൽ 65 വയസ്സിന് മുകളിലുള്ളവരിലും ആണ് കാണപ്പെടുന്നത്. സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജൻ്റെ പ്രവർത്തനം മൂലം ആർത്തവ വിരാമത്തിന് ശേഷം മാത്രമേ സ്ത്രീകളിൽ ഗൗട്ട് വരുന്നതായി കാണുന്നുള്ളൂ. പ്രാഥമിക ഗൗട്ട് ബാധിതരിൽ ആദ്യത്തെ ലക്ഷണമായിട്ട് കാലിലെ പെരുവിരലിൽ ആയിരിക്കും വേദന അനുഭവപ്പെടുക. ഇതിനെ പൊഡാഗ്ര എന്ന് വിളിക്കുന്നു. ഗൗട്ടിൻ്റെ രോഗലക്ഷണങ്ങൾക്കുള്ള പ്രത്യേകതകൾ ഇവയാണ്. പെട്ടെന്ന് അതിതീവ്രമായ വേദനയും നീർവീക്കവും അനുഭവപ്പെടുന്നു. വേദനയുടെ തീവ്രത 2 മുതൽ 6 മണിക്കൂർ വരെയാണ്. അസഹ്യമായ വേദന എന്നാവും മിക്ക രോഗികളും ഇതിനെ വിളിക്കുക. ഇതിനോടൊപ്പം ചില രോഗികളിൽ പനിയും ശരീരവേദനയും കാണപ്പെടുന്നു. ആദ്യത്തെ തവണയോടെ ചില രോഗികളിൽ രോഗലക്ഷണങ്ങൾ ശേഷമുള്ള ജീവിതത്തിൽ ഒരുപക്ഷെ പിന്നെ കാണപ്പെടുന്നില്ല. കയ്യിലെ തള്ളവിരലിലും മണിബന്ധത്തിലും ഗൗട്ട് ബാധിക്കാം. ഇനി പരിശോധന. രക്തത്തിലുള്ള യൂറിക് അമ്ലം പരിശോധന വളരെ കൃത്യമായ ഒരു പരിശോധനയാണ്. സ്ത്രീകളിൽ ഇത് 4 മുതൽ 5 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെയും പുരുഷന്മാരിൽ 5 മുതൽ 7 മില്ലിഗ്രാം ഡെസിലിറ്റർ വരെയും സാധാരണയായി കാണപ്പെടുന്നു. 7 മില്ലിഗ്രാം ഡെസിലിറ്റർ എന്നതിന് മുകളിലാണെങ്കിൽ ഗൗട്ട് എന്ന അവസ്ഥാവിശേഷം സംജാതമാകുന്നു. യൂറിക് അമ്ലത്തിൻ്റെ അളവ് സോറിയാസിസ് രോഗികളിലും തൈറോയ്ഡ് രോഗികളിലും കൂടുതലായി കാണപ്പെടുന്നു. രക്താതിസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർക്കും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. വേദന ചിലപ്പോൾ സന്ധികളിലേക്കും പടർന്നു കയറാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കും സന്ധികളിൽ കാണപ്പെടാം. ക്രമാതീതമായി ശീതളപാനീയങ്ങൾ, സോഡ പോലുള്ള പാനീയങ്ങൾ, പഴങ്ങളുടെ പാനീയങ്ങൾ എന്നിവ കുടിക്കുന്നവരിൽ യൂറിക് അമ്ലത്തിൻ്റെ രക്തത്തിലുള്ള തോത് കൂടുതലായി കാണപ്പെടുന്നു. യൂറിക് അമ്ലത്തിൻ്റെ ശരീരത്തിൻ്റെ പുറത്തേക്കുള്ള പുറന്തള്ളലിൽ വരുന്ന കുറവോ ശരീരത്തിൽ കൂടുതലായുള്ള ഉൽപ്പാദനവുമാണ് മുഖ്യമായും പ്രാഥമിക ഗൗട്ടിന് കാരണമാകുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ സന്ധികളിൽ യൂറിക് അമ്ലത്തിൻ്റെ പരലുകൾ അടിഞ്ഞുകൂടുകയും കാണപ്പെടുകയും ചെയ്യുന്നതിനെയാണ് പ്രാഥമിക ഗൗട്ട് ആയി നമ്മൾ വിവക്ഷിക്കുന്നത്. ദ്വിതീയ ഗൗട്ട് എന്നാൽ വൃക്കകളിൽ യൂറിക് അമ്ലത്തിൻ്റെ പുറന്തള്ളലിൽ വരുന്ന ക്രമക്കേടുകളാണ് കാരണമായിത്തീരുന്നത്. ഇതിൽ പട്ടിണിയോ ഉപവാസമോ വലിയ ഒരു അളവ് വരെ
കാരണമായി ഭവിക്കുന്നു. ഭക്ഷണത്തിൽ മദ്യത്തിൻ്റെ, പ്രധാനമായും ബിയറിൻ്റെ അളവ് കൂടുന്നത് ദ്വിതീയ ഗൗട്ടിന് കാരണമാകുന്നു. ശരീരത്തിൽ നിന്ന് മൂത്രവിസർജനത്തിന് കൊടുക്കുന്ന മരുന്നുകൾ അഥവാ ഡൈയൂററ്റിക്സ് ദ്വിതീയ ഗൗട്ട് എന്ന സ്ഥിതിവിശേഷത്തെ ത്വരിതപ്പെടുത്തുന്നതായി കാണുന്നു. ശാസ്ത്രഭാഷയിൽ ഈ വിധമാണ് ഇതിൻ്റെ തരംതിരിവ് എങ്കിലും ഗൗട്ട് എന്ന നിശിത സന്ധിവാതത്തിൻ്റെ പ്രധാനമായുള്ള ലക്ഷണം കാലിലെ പെരുവിരലിൽ അനുഭവപ്പെടുന്ന അസഹ്യമായ വേദനയും നീർക്കെട്ടും ആണ്. ഗൗട്ട് എന്ന അവസ്ഥാവിശേഷത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധ്യമല്ല, എന്നാൽ നിയന്ത്രണ വിധേയമാക്കാം. ഇനി ചികിത്സയിലേക്ക് കടക്കാം. മരുന്നുകൾ ഇവയാണ്. ശരീരത്തിലെ യൂറിക് അമ്ലത്തിൻ്റെ കൂടിയ അളവിനെ നിയന്ത്രിക്കാൻ 2 മരുന്നുകൾ കമ്പോളത്തിൽ ലഭ്യമാണ്. 1 അല്ലോപ്യൂറനോൾ എന്നതും 2 ഫെബൂജസിക് ആസിഡ് എന്നതും ഒരു ഭിഷഗ്വരൻ്റെ മേൽനോട്ടത്തിൽ കഴിക്കുന്നതാണ് ഉത്തമം. അതികഠിനമായ വേദന വരുന്നത് കാരണം വേദന സംഹാരികൾ കൊടുക്കണം എന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ഇത് മതിയാവും. ഭക്ഷണത്തിൽ നിന്നും കൊഞ്ച്, ചിപ്പി, കണവ, അയല, ചൂര, മദ്യം, ഇറച്ചി എന്നിവയും മാറ്റി നിർത്തിയാൽ രോഗലക്ഷണത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് നയിക്കും. ഗൗട്ട് എന്ന സന്ധിവാത രോഗത്തിന്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ സിവിൽ സർജൻ ഡോക്ടർ നെബു ജോൺ. കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം. ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞുകളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തിവെക്കുകയോ ചെയ്യുക. റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പൊത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക. വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടിനിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്. പ്രകാശധാര